ടാറ്റ ഹാരിയർ വാഹനം മുന്നിലേക്ക് വന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നമ്മളെ തങ്ങൾപ്പാറയായിരുന്നു, ആരപ്പാറയായിരുന്നു, ഇങ്ങനെ കയറ്റി കൊണ്ടുപോയിരിക്കുന്ന കാര്യം നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞു. അത് ചെയ്തത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള, അതായത് മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള, കേരളക്കാരനായിട്ടുള്ള ഫഹദ് എന്ന് പറയുന്ന ഒരാളാണ്. ഡോക്ടർ ഫഹദ് എൻ്റെ കൂടെയുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ജീപ്പ് എന്നാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ശരിക്കും ഇത് ഹാരിയറിനെ കുറിച്ച് മാത്രമുള്ളൊരു ടോക്കല്ല, ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി, അതായത് ഹാരിയറിൽ നിന്ന് തുടങ്ങി നമ്മൾ കുറേ ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിതിനെ പ്ലാൻ ചെയ്തേക്കണേ. എങ്ങനെയാവുന്നുള്ളത് കണ്ടറിയാം. എനിവേ, ഇതാണ് ഡോക്ടർ ഫഹദ്. പെരിന്തൽമണ്ണക്കാരനാണ്. പ്രൊഫഷനായിട്ട് ആയുർവേദിക് പീഡിയാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡറാണ് അല്ലേ. അതാണ് ആദ്യത്തെ ഇൻട്രോ. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക്, ഡോക്ടർ ഫഹദിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ഫഹദ് ഖാൻ, ആദ്യത്തെ ഒരു ചോദ്യം, ഇത് ഐസ് എഞ്ചിൻ, ഇത് EV, ഏതാണ് ഫഹദ് ഖാൻ? ഭയങ്കര ചോദിച്ചാൽ അത് ഭയങ്കര ടഫാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് കിട്ടുന്ന വണ്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഐസാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ, EV ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ്, കറണ്ടിന്റെ ചാർജ്, വണ്ടിയുടെ വില, എന്റെ പോക്കറ്റ് താങ്ങല്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾവേസ് ഐസ് എഞ്ചിനാണ് കുറച്ചുകൂടി. EV രണ്ടാം സ്ഥാനത്തായിരിക്കും. EV ഒന്നുകൂടി വാങ്ങിക്കാൻ കാശ് ഉണ്ടെങ്കിൽ EV. ഞാൻ EV വാങ്ങിക്കാൻ വേണ്ടി, EV കൊണ്ടു കിടക്കാൻ വേണ്ടി വീട് സോളാറാക്കിയിട്ടുണ്ട്. സോളർ മാത്രമായി EV ഇല്ല. സോളാറായിട്ട് 200 രൂപ കറണ്ട് ബില്ല് അടിച്ചോണ്ട് കൊണ്ടുവരാം. നമുക്ക് ആദ്യം ഹാരിയർ EVനെ കുറിച്ച് പറയാം. ശരിക്കും എങ്ങനെയാണ് ഒരു ഫഹദ് ബ്രോ ഈ ഒരു ഗെയിമിൽ എത്തപ്പെടുന്നത്? അതായത് ഈ ഹാരിയർ EV ആനപ്പാറയിലേക്ക് അടിച്ചു കയറണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ കൺസെപ്റ്റിൽ എത്തിയൊന്നല്ല, അവരെന്നെ വിളിച്ചതാണ്. അവരുടെ മീഡിയ ടീമിനെ ഏൽപ്പിച്ചു. മീഡിയ ടീം എന്നെക്കുറിച്ച് അന്വേഷിച്ചു. എന്നെക്കുറിച്ചല്ല, അവർ സൗത്ത് ഇന്ത്യയിൽ ആർക്കത് ചെയ്യാൻ പറ്റും എന്നവർ തപ്പി. സൗത്ത് ഇന്ത്യയിലാണ് അവർ ലൊക്കേഷൻ കണ്ടുവച്ചത്. അങ്ങനെ ലൊക്കേഷൻ കണ്ടതിന് ശേഷം അവർ ആളെ തപ്പി. അങ്ങനെ അവർ RFCയുടെ ഓഫീസേഴ്സിനെ വിളിച്ചു ചോദിച്ചു ആരെ കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന ഒരു മാസ്റ്ററിനെ കുറിച്ച്, സിദ്ധു എന്ന് പറഞ്ഞു പുള്ളി, എൻ്റെ പേര് യോഗേഷ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞു. യോഗേഷിനാണ് ഈ പരിപാടി വന്നത്. യോഗേഷ് ഈ മീഡിയ ടീമിലെ ശരൺ ബിന്ദ്ര എന്ന് പറഞ്ഞ പുള്ളിനെ അറിയിച്ചു. ശരണാണ് എന്നെ ഡയറക്റ്റ് വിളിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ ആവശ്യമുണ്ട്, സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിളിച്ചത്. പിന്നെ ശരൺ എന്നോട് പറഞ്ഞു എൻ്റെ ഫോട്ടോസും എൻ്റെ പ്രൊഫൈലും ഡീറ്റെയിലും അയക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രൊഫൈലും പോർട്ട്ഫോളിയോ ഒന്നും ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ലിങ്ക് തരാം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത്, എൻ്റെ ഫോട്ടോ അതിലുണ്ട് എന്ന് നോക്കിയാൽ മതി, അല്ലാതെ ഞാനിതുവരെ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പോൾ പുള്ളി എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നോക്കി പുള്ളി പറഞ്ഞു ഓക്കെ. എന്നിട്ട് പറഞ്ഞ് എന്നോട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബാക്കിയെല്ലാം റെഡിയാക്കി, എല്ലാം വരുന്നതും ഞാൻ സ്റ്റണ്ട് ചെയ്യണതും ഒക്കെ പ്ലാനായി. എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ടീം വേണം, കാരണം എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ ടീം വേണം, നമ്മളെ കംഫർട്ട് സോൺ. അപ്പോൾ എൻ്റെ കോ ഡ്രൈവർ അന്ന് ബിസി ആയിരുന്നു. പിന്നെ ഞാനും മുബഷിറും, വളാഞ്ചേരിക്കാരൻ, എൻ്റെ ഫ്രണ്ട് പാർട്ണറാണ്. മഡ് ആൻഡ് റോക്ക് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് അക്കാഡമി ഉണ്ട്, ഓഫ് റോഡ് ട്രെയിനിങ്. അപ്പം ഞാൻ RFC ജയിച്ചതിന് ശേഷമാണ് ഞാനത് തുടങ്ങിയത്. മുബഷിറാണ് എനിക്ക് ഏറ്റവും പറ്റിയ പാർട്ണർ എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ മുബഷിറിൻ്റെ കൂടെ തുടങ്ങിയത്. മുബഷിറും അതിന് റെഡിയായിരുന്നു, കാരണം നല്ല സ്കിൽഡ് ഒരു ഡ്രൈവറാണ്. എനിക്ക് ഇന്ന് കേരളത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ ആവാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് മുബഷിർ. ഞാൻ മുബഷിറിനെ കൂടെ നിർത്തണമെന്നല്ല. ഞാനൊരു ചോദ്യം ചോദിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളല്ലെങ്കിൽ ആ ഹാരിയർ ആരിടിച്ച് കയറ്റും എന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്തായാലും മുബഷിറിനാവും പറയാം. ഉറപ്പായിട്ടും അതല്ല, മുബഷിർ പോലെ തന്നെ കോമ്പറ്റൻ്റ് ആയ നല്ല ഒരു കേരളത്തിൽ നോക്കുമ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ തരുന്ന കുറച്ച് ഡ്രൈവേഴ്സ് ഉള്ളൂ. ഒരു 5-6 പേര് എനിക്ക് കോമ്പറ്റീഷൻ തരുന്നുള്ളൂ. ബാക്കി എനിക്ക് കോമ്പറ്റീഷൻ തന്നിട്ടില്ല ഇതുവരെ. കാരണം അങ്ങനെ മുബഷിറും ഞാനും കൂടി തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ക്രൂവിൽ, എൻ്റെ ടീം കൊളോസസ് എന്ന് പറഞ്ഞ ക്രൂവിലും പിള്ളേരുണ്ട്, അവരും വന്നു. മുബഷിർ വന്നു, മുബഷിറിൻ്റെ ഫ്രണ്ട് നിയാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ടീമായിട്ടാണ് പോയത്. ഞങ്ങൾ 5 പേര് പോയി. അങ്ങനെ എൻ്റെ ടീമിലെ പിള്ളേരും മുബഷിറിൻ്റെ ഫ്രണ്ടും കൂടി, പിന്നെ അവരും എല്ലാവരും കൂടി ഞങ്ങളാണ് തീരുമാനിച്ചത് ഏത് ലൈന്. ഞാനും മുബഷിറും നടന്ന് തീരുമാനിക്കും. മുബഷിറിനോട് ഞാൻ ചോദിക്കും ഇത് നല്ല ലൈനില്ല. മുബഷിർ ഇന്നത് തെറ്റാണെങ്കിൽ മുബഷിർ പറയും എടാ ഇന്നടുത്ത് ഇന്നത് വരും, ഇത് ട്രാക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും, അപ്പോൾ നീ വേറൊരു ലൈൻ നോക്കണമായിരിക്കും നല്ലത്, കാരണം ഓടിക്കണേ ഞാനാണല്ലോ അവസാനം. ഷൂട്ട് ഉള്ളു നടന്ന് കയറി കണ്ടായിരുന്നു. ഞാൻ ഒരു ട്രാക്ക് പോലും നടന്ന് കയറാതെ ഞാൻ വണ്ടി ഓടിക്കാറില്ല. സ്വാഭാവികം അങ്ങനെ തന്നെ ചെയ്യാറ്. എൻ്റെ റെക്കയില്ലാതെ ഞാൻ വണ്ടി ഓടിക്കില്ല. അത് ഓഫ് റോഡിലെ ബേസിക് റൂളാണ്. നമ്മൾ ഏതൊരു സ്ഥലത്തും നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ വാക്കിംഗ് റെക്കെ നിർബന്ധം അറേഞ്ച് ചെയ്തിരിക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി പൊളിക്കും. എൻ്റെ അടുത്ത് ഒരുപാട് കാശൊന്നും വണ്ടി നന്നാക്കാനില്ല. അപ്പോൾ വണ്ടി പൊളിച്ച് ഓടിക്കാൻ എനിക്ക് മൂടില്ല. വണ്ടി കൊണ്ട് ഇടിച്ച് കുത്തിക്കും. ശരിക്കും തങ്ങൾപ്പാറ ഫുള്ള് ആദ്യം അതിന് മുന്നേ ഞങ്ങൾ കയറിയിട്ടില്ല. ഇല്ല, അത് ആദ്യമായിട്ടാണ്, അത് ഫസ്റ്റ് ടൈം. അതിന് മുന്നേ കയറിയിട്ട് ആണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ, കാരണം ഞാൻ എവിടെ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റും അവിടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. വാഗമണിൽ ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നടന്നു പോകും. വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ഞാൻ ട്രാക്ക് നടന്ന് കാണും, എന്നിട്ട് വണ്ടി ഓടിക്കുള്ളൂ. എൻ്റെ വണ്ടിയുടെ ടയർ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പം തങ്ങൾപ്പാറ ഏറ്റവും ആദ്യം രാവിലെ 4 മണിക്കാണ്. ഒരു തലേന്ന് എത്തി. അടുത്ത ദിവസം രാവിലെ, തിങ്കളാഴ്ച രാവിലെ, സൺഡേ ഞങ്ങൾ അവിടെ എത്തിച്ചു. മൺഡേ മോർണിംഗ് 4 മണിക്ക് ചെന്നു.
ട്രാക്ക്. അതായത് ജനങ്ങൾ കയറുന്നതിന് മുമ്പ്, വെക്കേഷൻ ടൈം കൂടിയല്ലേ, ജനങ്ങൾ കയറുന്നതിന് മുമ്പ്, പബ്ലിക് കയറുന്നതിന് മുമ്പ് കയറണം. പബ്ലിക്കിന് 8:30 തുറക്കും, 9 മണിയാകുമ്പോൾ ആൾക്കാർ കയറി തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തുടങ്ങണം എന്ന് പറഞ്ഞ് 4 മണിക്ക് ഞങ്ങൾ പോയി. ഞങ്ങളും പവർഡക്റ്റിൻ്റെ ടീമും എല്ലാവരും പോയി. അവരവരുടെ ക്യാമറ ലൊക്കേഷൻസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും മുബഷിറും എൻ്റെ ടീമും ട്രാക്ക് നടന്ന് കാണുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അവരെനിക്ക് വണ്ടി തന്നു. എന്നോട് പറഞ്ഞു വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. വണ്ടി ഫസ്റ്റ് ഒബ്സ്റ്റക്കിളിൽ അവിടെ വന്ന് വണ്ടി നിന്നു. അതായത് റെക്ക ഓടിക്കാനാണ് അവർ തന്നത്. അപ്പോൾ ഞാൻ ഒരു പാച്ച് നോക്കിയപ്പോൾ ക്ലീനാണ്, വലിയ റെക്കയൊന്നും വേണ്ട, കാണാം, ലൈറ്റിൽ കാണാം. അപ്പോൾ ഞാൻ അത് ഓടിക്കാൻ തീരുമാനിച്ച് വണ്ടി അവിടെ നിന്നു. ഓഫ് റോഡർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒബ്സ്റ്റക്കിളിൽ വണ്ടി നിന്നപ്പോൾ ചടച്ച്. അപ്പോൾ ടാറ്റക്കാരുണ്ടായിരുന്നു കൂടെ. അവർ ആ നിന്നെത്തുന്ന അവർ പറഞ്ഞത് ഒരു മോഡൊന്ന് മാറ്റി നോക്കാൻ. അങ്ങനെ റോക്ക് റോൾ മോഡ് ഇട്ടു. അങ്ങനെ ഒരു മോഡ്. അപ്പോഴാണ് ഞാൻ സാധനം ആ ഡയൽ നോക്കണേ തന്നെ. അപ്പോൾ അതിലെല്ലാ മോഡും ഞാൻ നോക്കി വെച്ചു. റോക്ക് റോളാണ് നല്ലത്, റോക്ക് റോളിലേക്ക് ഇട്ടു, വണ്ടി ഓടിച്ചു. ആ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ ക്ലീനായിട്ട് പോയി. പിന്നെ അടുത്ത സെക്കൻഡ് ഒബ്സ്റ്റക്കിൾ വെറും ഒരു കോൺക്രീറ്റ് പാച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ടഫ് സാധനമേ അല്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലും കുഴിയാണ്. അതാണ് വലിയൊരു അവർക്കത് വേണ്ടത് ആ പാച്ചിൽ എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഹൈ സ്പീഡിൽ റൺ ചെയ്ത് മുകളിലെത്തണം. ഒരു മേലേക്കൊരു കയറ്റം, ലെഫ്റ്റ് ടേൺ, പുന്ന് മുകളിലേക്ക് അടിച്ച് മുകളിൽ കയറ്റി നിർത്തുക എന്നുള്ളതാണ്. അത് സ്പീഡിൽ പോകണം. വീഡിയോയിലും അത് സ്പീഡിലാണ്. അത് സ്പീഡിൽ ഓടിക്കണം എന്ന് അവരെന്നോട് പറഞ്ഞു. അത് അതേപോലെ തന്നെ മുകളിലേക്ക് ഓടിച്ച് കയറ്റി ഒക്കെ നടന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ പാച്ച് എത്തുന്നതിന് മുമ്പ് 2 കുഴിയും ഒരു ഡിപ്പൊക്കെ ഉണ്ട്. അവിടെ വണ്ടിയുടെ അടി ഇടിക്കാതെ ഏറ്റവും നല്ല ലൈൻ നോക്കി വരണം. അങ്ങനെ നല്ല ലൈൻ നോക്കി വരുമ്പോൾ വണ്ടി ഒന്ന് ഇങ്ങനെ കയറുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതായത് ബാക്കി എല്ലായിടത്തും അടി തട്ടും. അപ്പോൾ ആ ദിവസമൊക്കെ അവർ നല്ല വീൽസൊക്കെ അവർ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് ആ ലൈനിൽ ആ ആംഗിളിൽ തന്നെ ഏറ്റവും കൂടുതൽ വീല് പൊങ്ങുന്ന ആംഗിളിലാണ് അവരെന്നോട് എടുക്കാൻ പറയുന്നത്. വീൽ അത്രയും പൊത്താണ് ആ ഒരു ഇതിലെ വീൽ അത്രയും പൊക്കാതെ അതിൽ കൂടെ ഓടിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടത് വണ്ടി സ്റ്റണ്ട് തന്നെ വേണം, പ്രോപ്പർ സ്റ്റണ്ട് തന്നെ വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും ടാറ്റങ്ങളൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് പറയുമല്ലോ ഇങ്ങനൊരു റിസ്ക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എസ് പറയാനുണ്ടായ ഒരു റീസൺ എന്താണ്? അതായത് ഒന്ന്, ഇത് 2 സൈഡ് കൊക്കയാണ്. ആ ഇൻട്രോയിൽ പറയുന്ന പോലെ റിവേഴ്സ് വന്നാൽ അതിന് എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. താഴേക്ക് വന്നാൽ തീർന്ന്, സൈഡിലേക്ക് പോയാൽ ചാടിപ്പോയി. ആളെന്നെ ചിലപ്പം അങ്ങനെ സംഭവിച്ചില്ല, ബട്ട് നമുക്കിപ്പോൾ പറയുമ്പോൾ പറയാം അത് റിസ്ക്കാണ്. അതൊരു എസ് പറയാൻ എന്തായിരുന്നു എൻ്റെ മോട്ടീവ്? ഒന്നുമില്ല, പ്രത്യേകിച്ച് മോട്ടീവ് എന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ചാൻസ് കിട്ടിയ എല്ലാ ഒബ്സ്റ്റക്കിളും ഞങ്ങൾ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. വാഗമണിൽ എവിടെയൊക്കെ വണ്ടി കയറ്റാൻ പറ്റും അവിടെയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഈ തങ്ങൾപ്പാറ ഞങ്ങൾ ഇതുവരെ കയറ്റാത്തത് കാരണം അവിടെ മുമ്പിലൊരു ഗേറ്റ് ഉണ്ട്. വണ്ടി കയറ്റാൻ സമ്മതിക്കില്ല, ആൾക്കാർക്ക് നടന്നേ കയറാൻ പറ്റുള്ളൂ. തങ്ങൾപ്പാറ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം തീരുമാനിച്ചു ഇതെന്താ ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ നടന്നു പോലും കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും സ്റ്റീപ്പാണെന്നും ഇത്രയും വലിയ കൊക്ക സൈഡിലുണ്ടെന്നും അവരെന്നോട് പറഞ്ഞിട്ടില്ല. ദൂരെ നിന്നല്ലേ നമ്മൾ ഈ തങ്ങൾപ്പാറനെ കാണുന്നുള്ളൂ. അല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ വണ്ടി കയറ്റാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ ഇത് മൂവി ഷൂട്ടിംഗ് ആണെന്ന് അവരെന്നോട് ആദ്യം പറഞ്ഞു. പ്രോപ്പർ ആഡ് ഷൂട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, സ്റ്റണ്ട് ഡ്രൈവർക്ക് വലിയ പണി ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വണ്ടി റാമ്പിൽ കൂടെ ഓടിച്ച് കയറ്റുണ്ടാവുക. അപ്പോൾ വണ്ടി കയറാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ റാമ്പ് ഉണ്ടാക്കും എന്നവർ പറഞ്ഞു. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ചാലുണ്ട്. ആ ചാൽ അവർ എന്താണെന്ന് വെച്ചാൽ ആ ചാൽ ഇത്തിരി കട്ടിയാണ്. നല്ല ടെക്നിക്കലി എടുത്തില്ലെങ്കിൽ ആ ചാലിൽ വണ്ടി ഇങ്ങനെ ആയി പോകും. അവിടെ കിടന്ന് ബാക്കൊക്കെ ഇടിച്ച് ബമ്പറൊക്കെ ഇടിച്ച് നാശമാവും. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ചാലിനെ അങ്ങ് പാച്ച് ചെയ്തു. ആ ചാലിനെ പാച്ച് ചെയ്ത് ഒരു 10-300 മണലിൻ്റെ ചാക്ക് ഇട്ടിട്ട് ചാലിനെ അങ്ങ് പാച്ച് ചെയ്തു. അപ്പം ഞാനും മുബഷിറും നടന്നു കണ്ടു. മുബഷിർ എന്നോട് പറഞ്ഞു, എടാ ഈ ചാക്കിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാണല്ലോ, ഈ ചാക്കിൻ്റെ ആവശ്യമുണ്ടോ, നമുക്ക് ഒന്നും കൂടി രസമാക്കി കൂടെ എന്ന് വെച്ചു. ആ വീഡിയോ ഉണ്ടായില്ലേ, ഒരു 2 പാറയുടെ വെട്ടി കൂടെ ഒരു വീല് മാത്രം നേരിൽ നിൽക്കണേ. എന്താണെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ച ലൈനിൽ കൂടെ എടുത്താൽ ഉറപ്പായിട്ടും അതിൽ ഇങ്ങനെ നിൽക്കും വണ്ടി. നമുക്ക് നമ്മുടെ ലൈൻ അറിയാം, നമുക്ക് വണ്ടി സ്ഥിരം ഓടിക്കണോണ്ട് ഏത് ലൈനിൽ എടുക്കണം എന്നറിയാം. ആ ചാലിൻ്റെ ചാക്കിട്ട പാക്കിൽ ഞങ്ങൾ പറഞ്ഞു ശരിക്കും ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ ടീമായിരുന്നു അവിടെ, സിനിമയുടെ ആൾക്കാരായിരുന്നു. ഞാൻ ചോദിച്ചു ശരണിനോട് ഈ ചാക്ക് എത്ര ഒഴിവായി കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശരൺ ആദ്യം ചോദിച്ചു വണ്ടിക്ക് സേഫ്റ്റി, നമുക്ക് വണ്ടി നശിപ്പിക്കാണ്ട് ഓടിക്കില്ലേ വേണ്ടത്, പിന്നെ ഒരുപാട് സ്റ്റണ്ടൊന്നും വേണ്ട, സ്റ്റണ്ട് നമുക്ക് ആവശ്യത്തിന് ഇതിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചാക്ക അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ചാക്ക പറഞ്ഞു വെള്ള കളർ ചാക്കല്ലേ. അപ്പോൾ ശരൺ പറഞ്ഞു ഇത് സിനിമയാണ് ഫഹദ്, ഈ വെള്ള കളർ ചാക്കൊന്നും സിനിമയിൽ വരുമ്പോൾ ഉണ്ടാവില്ല, അത് പാറയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ചാക്കെങ്കിലും ഒഴിവാക്കുന്നു. മുബഷിറും ഇൻസിസ്റ്റ് ചെയ്തു ചാക്ക് മാറ്റി നമുക്ക് കുറച്ചും കൂടി ഇതിനെ അടിപൊളിയാക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഓടിയപ്പോൾ 4 ചാക്കയിലുള്ളൂ. ഏറ്റവും അടിയിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയ പൊസിഷനിൽ ഒരു 4-5 ചാക്ക് അതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം 300 ചാക്ക് ഉണ്ടായിരുന്ന ചാക്ക് ഉള്ളവർ മാറ്റി ഒഴിവാക്കി. കാരണം 10-20 തവണ ട്രൈ ചെയ്യാണ് ഓരോ തവണ ഓടിക്കുമ്പോഴും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവർ ഈ പാച്ച് ചെയ്ത് പെയിൻ്റ് അടിച്ച സാധനമൊക്കെ ഞാൻ ഓരോ തവണ വീല് ഡിഗ് ചെയ്യുമ്പോഴും കേടുവന്നു. പിന്നെ ഈ ചങ്ങാതിമാർ വന്നിട്ട് പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വന്ന് നന്നാക്കും. ഏറ്റവും അവസാനം പ്രോപ്പർ ഷോട്ട് എടുത്ത സമയത്ത് ആകെ ഒരു 4-5 ചാക്ക് ഏറ്റവും അടിയിലുള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കി ഒഴിവാക്കിച്ചു, ഞങ്ങൾ തന്നെ ഒഴിവാക്കിച്ചു. കാരണം സ്റ്റണ്ട് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഡയറക്ടർ വന്നിട്ട് പുള്ളി പറഞ്ഞു ഡു യു നീഡ് ദിസ് എന്ന് ചോദിച്ചു. അപ്പോൾ മുബഷിറാണ് ആദ്യം പറഞ്ഞത് നമ്മൾ ചോദിച്ചതിൻ്റെ പുള്ളി ചോദിക്കുന്നത് വേഗം ഒഴിവാക്കാൻ പറയുന്നു പറഞ്ഞു. ഭയങ്കര ചാക്കുകൾ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും അവിടെ കുറച്ചുകൂടി ശരിക്കും ത്രില്ലില്ലായിരുന്നു ആ കയറ്റം കയറുന്നവരെ. ആ ഒരു പോയിന്റ് വരെ ഒരു ത്രില്ലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഓടിക്കണേൻ്റെ ഒരു ത്രില്ല് വേണ്ടേ, വണ്ടി താഴെ കയറി പോവുക,
നമുക്ക് നമ്മുടെ സ്കില്ലുകൊണ്ട് എന്തെങ്കിലും ഓടിച്ച് കയറ്റാൻ പറ്റുന്നുണ്ട്, അതില്ല അതിൽ. സെക്കൻഡ് ക്ലൈംബിൽ അപ്പോൾ അവരുണ്ടാക്കിയ സാധനങ്ങൾ മാക്സിമം ഞങ്ങൾ ഒഴിവാക്കിച്ചു. അതാണ് ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ത്രില്ല് മുബഷിർ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു ഗുണമുണ്ടായിരുന്നു, ഞാൻ ബ്ലൈൻഡായിട്ട് എന്നെ പലതവണയും ബ്ലൈൻഡ് ആക്കിയവർ. കാരണം വണ്ടി മാർക്കറ്റിൽ ഇറങ്ങാത്ത വണ്ടിയാണ്. ഒരാൾ പുറത്തുനിന്ന് വന്നാൽ അപ്പോൾ വണ്ടീനെ കവറിട്ട് മൂടും ഷൂട്ട് ചെയ്യുമ്പോൾ. വണ്ടി പുറത്ത് ആൾക്കാർ കാണരുത്, ഫോട്ടോ എടുക്കരുത്. അപ്പം ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇവർ എന്നോട് പുറത്തിറങ്ങാൻ പറയും, കവറിടും. പിന്നെ കുറേ കഴിഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എ സിയിൽ ഇരുന്നോളാം, നിങ്ങൾ കവറിട്ടോ. ഇവർ കവറിടും. കുറേ കഴിഞ്ഞപ്പോൾ ബഷീർ ശരണിനോട് ഫസ്റ്റ് ഷാൽ വി മൂവ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കവറിട്ടോ. അതെ, ആൾക്കാർ കാണാൻ പാടില്ല, ഞാൻ ഗൈഡ് ചെയ്തോളാം. അപ്പോൾ ഞാൻ ശരണിനോട് പറയും, ശരൺ ഞാൻ മുബഷിറോട് ചോദിച്ചാൽ പോലും ചോദിക്കും. അപ്പോൾ മുബഷിറും വയർലെസ്സിൽ ടോക്ക് ബാക്കിൽ ഉണ്ടാവും. ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ടോക്ക് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മുബഷിർ പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, നീ എടുത്തോ, ലെഫ്റ്റ് റൈറ്റ് എന്ന്. പിന്നെ മുബഷിർ തന്നെ ഓരോ ഇഞ്ചും ഗൈഡ് ചെയ്ത് താഴെ ഇറക്കി. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പറയാം, ശരിക്കും നമ്മൾ ഈ സംസാരത്തിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ് RFC. RFC പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ അത്ര ഫെമിലിയർ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനൊരു ഇൻട്രോ ആയിട്ടൊരു കാര്യം ഇപ്പോൾ പറയാം. ഫഹദ് ബ്രോ 2024 RFC ചാമ്പ്യനാണ് അല്ലേ? മലയാളി RFC ചാമ്പ്യൻ. റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്നാണ് ഇതിനെ പറയാ. ഗോവയിൽ വെച്ചാണ് ഇത് നടക്കാറുള്ളത്. എല്ലാ ജൂൺ എനിക്ക് മുഴുവൻ ക്രെഡിറ്റും വേണ്ട, കാരണം എൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എൻ്റെതല്ല. ഞാനുണ്ട്, എൻ്റെ കോ ഡ്രൈവറുണ്ട്. അത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഒന്നിലും ചർച്ച ചെയ്തത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അത്രമാത്രം കഥ ഫഹദ് ബ്രോ. അപ്പോൾ ഞാനത് പറയാനൊരു കാര്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകാനാണ്. ഫഹദ് ബ്രോ ഒരു RFC ചാമ്പ്യനാണ്, ഒരു പ്രോ ഓഫ് റോഡറാണ്, ഒരുപാട് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ഈ ഇലക്ട്രിക് വണ്ടിയുമായിട്ട് ഈ ആനപ്പാറ അല്ലെങ്കിൽ തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കയറിയപ്പം നേരിട്ട ഹാപ്പിനെസ്സസ് എന്തൊക്കെയായിരുന്നു? ഒരു കാർ ഓടിച്ച് കയറ്റാൻ പറ്റി. പിന്നെ ആൾക്കാർക്ക് പൊതുവേ കയറാൻ പറ്റാത്തൊരു സ്ഥലത്ത് വണ്ടി ഓടിക്കാൻ പറ്റി. പിന്നെ ആ ചലഞ്ചിങ് സാധനം വണ്ടി ഓടിച്ച് മോളിൽ കയറ്റുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ വന്നു. അത് എൻ്റെ മുഖത്ത് മുബഷിർ ഏറ്റവും ആദ്യം മോളിൽ കയറി. ഞാൻ മോളിൽ കയറിയപ്പോൾ ഞാൻ മുബഷിറിൻ്റെ മുഖത്ത് നോക്കി. മുബഷിർ എന്നോട് ചിരിയിരിച്ചു. അപ്പോൾ മുബഷിറിനും മനസ്സിലായി, എനിക്കും മനസ്സിലായി ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി വേറെ അതേപോലത്തെ ഒരു ചോദ്യം. ഇതൊരു വലിയ ചലഞ്ചാണ് ആക്ച്വലി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്സ്റ്റക്കിൾസ് ഭയങ്കരമാണ്, റിസ്ക് കൂടുതലാണ്. ഇതിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതിലുണ്ടായിട്ടില്ല. ടാറ്റ ഇങ്ങനെ മീഡിയ ടീം വഴി ഞങ്ങളെ വിളിച്ചു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഫോളോ ചെയ്യണ ഒരു മീഡിയ പേജാണ്. അവരുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഭയങ്കര ഹരത്തിൽ കാണുന്നതാണ്. മേക്കിംഗ് ഭയങ്കര അടിപൊളിയല്ലേ, പൈസ ചിലവാക്കി എടുക്കുന്ന വീഡിയോസാണ് അവരുടെ. അപ്പോൾ ഇവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫർ ശ്രീരാഗ്, എനിക്ക് സ്ഥിരം ശ്രീരാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അവൻ അടിപൊളിയാണ്. അതായത് ഫോട്ടോഗ്രാഫിയിൽ അവനെ വെല്ലാൻ ആരും ഇല്ല എന്നാണ് എൻ്റെ കണക്ക്. വീഡിയോഗ്രാഫിയിലും അവൻ്റെ കളർ ഗ്രേഡിങ് അടിപൊളിയാണ്. ഞാൻ എൻ്റെ പേജ് നോക്കിയാൽ അറിയാം, കുറച്ച് അവൻ്റെത് ഉണ്ടാവും, അത്ര ക്ലാസ്സാണ്. അപ്പോൾ അവനോട് എന്ന് പറഞ്ഞപ്പോൾ അവനും ഗൂസ് ബംസ് ആയിരുന്നു. അവൻ ദുബായിലാണ്, വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവനോട് പവർ ഡ്രിഫ്റ്റ്, അപ്പോൾ മച്ചാനെ പവർ ഡ്രിഫ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് എന്നോട് തിരിച്ചൊരു ക്വസ്റ്റ് ചോദിച്ചു. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ആ സാധനം എന്നൊക്കെ പറഞ്ഞ് പവർ ഡ്രിഫ്റ്റിൻ്റെ ഒരാളായിട്ട് അഭിനയിക്കുക, പവർ ഡ്രിഫ്റ്റിൻ്റെ സ്റ്റണ്ട് ഡ്രൈവർ ആവാന്നൊക്കെ പറഞ്ഞപ്പം ഐ വാസ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. അതെ, പ്രശ്നങ്ങളൊന്നും ഇതിനായിട്ട് നേരിട്ടിട്ടില്ല എന്ന് പറയാം. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ടെറൈൻ റിലേറ്റഡ് അങ്ങനെയൊക്കെ അടി തട്ടാന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുബഷിറുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. മുബഷിർ എല്ലാ പ്രോപ്പർ ലൈൻ അടി തട്ടണെടുത്ത്, എടാ ഇതൊരു സീരിയസ് അടി തട്ടലല്ല, നീ ത്രോട്ടിൽ കൊടുത്തോ, വണ്ടി കയറും. കാരണം ഓരോ തവണ തൊടുമ്പോഴും എനിക്ക് അറിയാം, ബെല്ലി തൊട്ടാൽ ഞാൻ നിർത്തും അവിടെ എന്നുള്ള ആ ഒരു ഫീല് വരുമ്പോൾ ഞാൻ നിർത്തും. അവനെ കോൾ ചെയ്ത് അവൻ താഴെ വന്ന് നോക്കി ഇത് പ്രശ്നമുള്ളതാണോ ഉള്ളതല്ലേ എന്ന് നോക്കിയിട്ട്. കാരണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് സ്റ്റീപ്പ് കൂടുകയാണെങ്കിൽ ബെല്ലി ബ്രീച്ചായി നിൽക്കും. എന്നിട്ടാണ് ഞാൻ മുന്നോട്ട് എടുക്കുള്ളൂ. തട്ടിയാൽ ഞാൻ അവനെ വിളിക്കും, അവൻ ഗൈഡ് ചെയ്യും. ആ ഒരു അടിതട്ടലായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു. അടിതട്ടൽ മാത്രമാണ് ആ വണ്ടിയിൽ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് സ്ക്രാച്ച് ആക്കാൻ പാടില്ല എവിടെയും. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഇത് ഫഹദ് ബ്രോ ശരിക്കും ഓടിച്ച് കയറ്റിയതാണെന്ന്. ബിക്കോസ് ഇതൊരു ആഡാണ്, സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഗ്രാഫിക്സ് ഉണ്ടാവുന്നത്. ഇതിനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ സെന്തിൽ ബ്രോ ഡീറ്റെയിൽ ആയിട്ട് ഓൾ തിങ്സ് ഓട്ടോനകത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അത് കണ്ടാൽ മതി. ഇനി നിങ്ങളുടെ സമാധാനത്തിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ഫുൾ ഓടിച്ച് കയറ്റിയതാണോ? ഒരു ഭാഗവും അതിൽ വണ്ടി ഓടിക്കാത്ത വീഡിയോ ഇല്ല. ഒന്നും അതായത് എസ്റ്റേറ്റ് റോഡൊക്കെ ഉണ്ടല്ലോ, എസ്റ്റേറ്റ് റോഡൊക്കെ ബ്ലാസ്റ്റാ. കാരണം ഞാൻ റാലി ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ഫാബിദിൻ്റെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാൻ ഒരു വണ്ടി കിട്ടിയിട്ടില്ല. ഇവരെന്നോട് പാറയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇവരെനിക്ക് ആ വണ്ടി തരുന്നത്, അത് ഇങ്ങനെ ഒരു ഷൂട്ടിന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുവരെ അവർ പറഞ്ഞു അത് വേറെ ഡ്രൈവർ വെച്ച് നമുക്ക് വേറെ ടീമിനെ വിട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം അവർ പറഞ്ഞു ഇതൊക്കെ ചെയ്ത് നീ തന്നെ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫുള്ള് നമ്മൾ ഓടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കൈവിട്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വണ്ടീനെ ഇതുവരെ അങ്ങനെ നശിപ്പിച്ചിട്ടില്ല. 3 ടയർ പൊട്ടിച്ചു,
അടിച്ച് 3 ടയർ പൊട്ടിച്ച് ഞാൻ. അത്ര സ്പീഡായിരുന്നു. കാരണം 120 കിലോമീറ്റർ പോയി പാറയിലൊക്കെ കൊണ്ടുപോയി അടിക്കാന്ന് പറഞ്ഞാൽ ഏത് ടയറാ പൊട്ടാതിരിക്കുക? ഉറപ്പായിട്ടും. 2.5 ടണ്ണ് വെയിറ്റുള്ള വണ്ടിയുടെ ടയർ പൊട്ടൂലേ? പൊട്ടിച്ചു. 3 ഇനി ഇതില് ആദ്യം നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. IC ആൻഡ് EV. ശരിക്കും ഈ തങ്ങൾപ്പാറ അല്ലെങ്കിൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഒരു ഐസ് എഞ്ചിൻ വെച്ച് കയറും? ഉറപ്പായിട്ട് കയറും. സുഖമായിട്ട് കയറും. സുഖമായിട്ട് സുഖമായിട്ട് ഒരു 4x4 വണ്ടി, പ്രത്യേകിച്ച് പ്രിപ്പയർഡ് എൻ്റെ കോമ്പറ്റീഷൻ വണ്ടി പോലെയൊക്കെ ആണെങ്കിൽ അത് വെറുതെ നടന്നു കയറും. പൊട്ടുപോലെ കാരണം ആർട്ടിക്കുലേഷൻ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഒരുപാട് ട്രോൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ജിംനിയുടെ മുമ്പിൽ ഒരു റിഗ് വെച്ചൊരു ഫോട്ടോ ഇട്ടു. അപ്പോൾ ഇത് വെച്ചാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വരെ സാധനം വന്നു. അപ്പം ഐസ് വണ്ടി കയറുമോ എന്നുള്ളതൊന്നും ഒരു ചോദ്യമല്ല. ചോദ്യമല്ല, കയറും. ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ളൊരു ഉറപ്പും അതിന് എതിരെയുള്ള ഒരു ധൈര്യം ഉണ്ട് എന്നുള്ളതെങ്കിൽ ഏതൊരുത്തനും ആ സാധനം ഓടിച്ചു കയറ്റാം. ബട്ട് വേറൊരു കാര്യം കൂടി പറയാം. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഓഫ് റോഡ് മേഖലയിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അത് കയറിയത്. നാളെ തന്നെ ഒരു EV എടുത്തിട്ട് കയറാൻ വേണ്ടി ആരും പോകരുത്. അല്ല, ഒരു വണ്ടി അതിൻ്റെ മുകളിൽ കയറ്റാൻ നിൽക്കണ്ട. അത് ഭയങ്കര റിസ്ക്കിയാ. അത്ര കട്ടിയത്. റിസ്ക് ആണ്. അതിലേക്ക് ഞാൻ അല്ല, ഓഫ് റോഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ മലയുടെ മുകളിൽ ചെയ്താലും ഞാൻ ഏതെങ്കിലും മരത്തിൽ തങ്ങി നിൽക്കും. ഇത് തങ്ങി നിൽക്കാൻ മരമൊന്നുമില്ല. പോയ 3900 അടി താഴെ വന്ന് ഒരു പാറയുടെ കെട്ടാ. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഈ സ്പേസ് പറയാനുള്ള കാരണം എന്താണ്? അല്ല, അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്വഞ്ചറസ് ആണ്. ഞങ്ങൾ കോമ്പറ്റീഷൻ ഓടിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ മുമ്പിൽ എന്ത് ഒബ്സ്റ്റക്കിൾ വന്നാലും ഞങ്ങൾ കയറ്റാൻ റെഡിയാണ്. ഇപ്പോൾ ഞങ്ങൾ കണ്ടാൽ പറയും ഇന്ന ഒബ്സ്റ്റക്കിൾ കയറ്റാൻ കഴിയൂല, നീ എനിക്ക് വേണമെങ്കിൽ ഒരു റാമ്പ് ഇട്ടതാ, ഞാൻ ഓടിച്ച് കയറ്റാം. അല്ലെങ്കിൽ എനിക്കൊരു വിഞ്ച് ഓപ്ഷൻ താ, ഞാൻ വിഞ്ച് ചെയ്ത് കയറ്റിക്കോളാം. അതാണ് ഞങ്ങളുടെ മൂഡ്. അപ്പോൾ അതിലൊരു EV കയറ്റാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാൻസ് അല്ലേ? ആരെങ്കിലും കളയോ? അതെ. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഒരു ഐസ് എഞ്ചിൻ ഇതേപോലെ ഈ EV കയറിയ പോലെ കയറുമായിരുന്നെങ്കിൽ നേരിടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു? ഐസ് എഞ്ചിൻ കയറുകയാണെങ്കിൽ ഞാനൊരു പെട്രോൾ വണ്ടി ജിംനി കയറുമെന്ന് ചോദിച്ചു പലരും. ജിംനി കയറും. ജിംനിക്ക് കുറേ ഇലക്ട്രോണിക്സ് ഉണ്ട്. ജിംനി അതായത് ട്രാക്ഷൻ കൺട്രോളും BLDയും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന വണ്ടിയാണ് ജിംനി. പക്ഷേ ജിംനി ഓടിക്കേണ്ട പോലെ ഓടിക്കണം. ഫസ്റ്റ് ഗിയറിലേ ഓടിക്കാൻ പാടുള്ളൂ. ഫുൾ ടോർക്ക് വീലിലേക്ക് കൊണ്ടുവരണം. ക്ലൈംബ് നല്ല സ്റ്റീപ്പാണ്. ഈ 34 ഡിഗ്രിന്ന് തുടങ്ങുന്ന സാധനം തേർഡ് സ്റ്റേജ്. തേർഡിന്റെ നടുക്ക് പിന്നെയും ചെരുവാ. പിന്നെയും കൂടുതൽ. അവിടെ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടി താഴേക്കാ. അവിടെ ട്രാക്ഷൻ ഇല്ലെങ്കിൽ തീരും. അവിടെ നമ്മൾ തീരും, ഉറപ്പായിട്ടും തീരും. അവർ ഐസ് എഞ്ചിൻ ഓടിക്കുകയാണെങ്കിൽ അവിടെ ഐസ് എഞ്ചിൻ ഓടിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു സാധനം, നല്ല ഐസ് എഞ്ചിൻ ആയിരിക്കണം. അതായത് ടോർക്കി ഐസ് എഞ്ചിൻ ആയിരിക്കണം. ഒരു ഡീസൽ വണ്ടി ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പുതിയ പെട്രോൾ താറില്ലേ, അതായിരിക്കണം. അതും കയറണം. അത് കയറും. അതിന് ടോർക്ക് ഉണ്ട്. ചില ഐസ് എഞ്ചിൻ, നോർമൽ ഐസ് എഞ്ചിനുകളൊന്നും കയറില്ല. നല്ല ടോർക്കി ആയിട്ടുള്ള വണ്ടികൾ. ടോർക്ക് അഡ്വാൻറ്റേജ് വേണം. ടോർക്ക് അഡ്വാൻറ്റേജ് നിർബന്ധമാണ്. ടോർക്ക് അഡ്വാൻറ്റേജ് വേണം. പിന്നെ അതുപോലെ വീൽ ആർട്ടിക്കുലേഷനും വേണം. മിനിമം ഒരു 1/2 അടി 3/4 അടി അല്ലെങ്കിൽ 1 അടിയെങ്കിലും വീൽ ആർട്ടിക്കുലേഷൻ ഉണ്ടായിരിക്കണം. അത്രയും വീൽ ആർട്ടിക്കുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ അത് പോകുന്നത് കണ്ടായിരുന്നോ? അതെ. ചില സിറ്റുവേഷനിൽ വീല് പോകുന്നത് കണ്ടോ? അതൊക്കെ ഓരോ അടിയെങ്കിലും വീല് നിലത്തുനിന്ന് പൊങ്ങിയിട്ടുണ്ട്. അത്രയും വീൽ ഇറങ്ങി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ മാത്രമാണ് അത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഗ്യാപ്പ് നല്ലോണം വേണം. വീല് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം. നെഗറ്റീവ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഇതേ സാധനം ഒരു ഐസ് എഞ്ചിൻ കയറണമെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഫേസ് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഏത് വണ്ടി കൊടുത്താലും ഞാനത് ഓടിച്ചു തരും. അതൊരു വലിയ ഞാൻ ഓടിച്ചില്ല. ഇത് എന്നോട് ചോദിക്കുന്ന ചോദ്യം അല്ലാതെ അതാണ് അതിന്റെ വേറെ ചോദ്യം ചോദിക്കാം. യു ആർ എ പ്രോ ഓഫർ അല്ലേ? നിങ്ങൾ ഒരുപാട് ഐസ് എഞ്ചിൻ ഓടിച്ചിട്ടുണ്ട്. ഒരുപാട് തോന്നിച്ചിട്ടില്ല. എനിക്ക് കിട്ടണോ ഒരുപാട് ഇതിനെപ്പോഴും സൗണ്ട് ഉണ്ടായി, ഭയങ്കര നോയ്സ് അല്ലേ? ഇതൊരു നോയ്സ്ലെസ് മെഷീനാണ് നിങ്ങൾ ഈ ആനപ്പാറയിൽ അടിച്ച് കയറ്റിയത്. എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തത്? അത് മറ്റേ ആ സാധനം തന്നെ, വേറെ എന്താ ഫീൽ ചെയ്യാനുള്ളത്? ഒരു ഇൻട്രൻസും നമുക്കില്ല. കയറി കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ പ്രഷർ ഇങ്ങനെ, ആ പ്രഷർ ആ സാധനം ഇങ്ങനെ കയറി പോണത് നമുക്കിങ്ങനെ ഫുൾ എൻജോയ് ചെയ്യാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഐസ് എഞ്ചിനാണ് നമ്മളൊരു ഓഫ് റോഡ് കയറണം എന്നുണ്ടെങ്കിൽ അടി അടിക്കുന്ന സൗണ്ട് വളരെ കുറഞ്ഞേ കേൾക്കുള്ളൂ. കാരണം എഞ്ചിൻ സൗണ്ട് ഓൾറെഡി ഉണ്ട്. അതില്ല. എനിക്കില്ലേ, ഞാനൊരു വണ്ടി കയറിയിരുന്നാലേ ഞാൻ ആ വണ്ടിയുടെ എല്ലാ ഭാഗവും എൻ്റെ മേത്തേക്ക് അങ്ങ് കയറ്റും. അടി എവിടെ തൊട്ടാലും ഞാൻ എൻ്റെ മേലേക്ക് അത് എടുക്കും. അപ്പോൾ ഈ ചോദ്യം മൂപ്പരോട് ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ ഓടിക്കാറ്. ഈ വണ്ടി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇതായാലും അടി തട്ടിയാൽ ഏത് ഭാഗത്ത് കൊണ്ടു എവിടെ ഈ സാധനം കുത്തി കയറിയെന്നും ഞാൻ അറിയും. ഞാൻ അങ്ങനെ വണ്ടിയെ ഓടിക്കാറുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ കോമ്പറ്റീഷൻ ജയിക്കാനുള്ള ഒരു കാരണം അതായിരിക്കാം. ഞാൻ വണ്ടി അറിഞ്ഞാൽ ഓടിക്കാം. പറ്റൂലല്ലോ അല്ലേ? നോയ്സ്ലെസ് വെച്ചുകൊണ്ട് വലിയൊരു എനിക്ക് ആകെ അതിൽ കിട്ടിയ സാധനം ഈ ഒരു ഇൻസ്റ്റന്റ് സാധനം, ടോർക്ക്. കൊടുത്തെടുത്ത വണ്ടി. ആ ഒരു ഫസ്റ്റ് ത്രോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു 500 Nm ടോർക്ക്. അത് താഴത്തേക്ക് വീലിലേക്ക് വരും. വണ്ടി ഗ്രിപ്പ് ചെയ്ത് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വേറെ ഒരു ഡ്രോപ്പ് ഇല്ല പവർ. ഇപ്പം നമ്മളിപ്പം ജിംനി ഓടിക്കാന്ന് വിചാരിക്കും. ജിംനി ഓടിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്ത പവറൊന്നും താഴെ ഒരിക്കലും വരുന്നില്ല. ആകെ 100 bhp ഉള്ളൂ. പിന്നെ ഒന്നാമത് റിഡക്ഷൻ റേഷ്യോ ഭയങ്കര കുറവാണ്. പെട്രോൾ വണ്ടിക്ക് റിഡക്ഷൻസ് പൊതുവേ കുറവായിരിക്കും. പക്ഷെ നേരെ മറിച്ച് താറ് പെട്രോളിന് അങ്ങനെയല്ല. താറ് പെട്രോളിൻ്റെ ഗിയർ ബോക്സ് ഡീസലിൻ്റെ സെയിം ഗിയർ ബോക്സാണ്. അന്യായ റിഡക്ഷനാണ്. വീലിലേക്ക് ഭയങ്കര റിഡക്ഷനാണ്. അപ്പോൾ ആ ഒരു റിഡക്ഷനൊക്കെ ജിംനിക്ക് കിട്ടും. ജിംനി കൊണ്ട് കയറ്റും ഞാൻ.
അല്ല ജിമ്മി എന്നുള്ളത് ടോപ്പിക് അല്ലേ, കാരണം ഐസ് എഞ്ചിൻ. ഐസ് അങ്ങനെയല്ല. അപ്പോൾ 4x4 അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ ജിമ്മിയുള്ളതുകൊണ്ടാണ് ഞാൻ ജിമ്നീസ് ആവും. അപ്പുറത്തിരിക്കുന്നത് ജിമ്മി. ഇനി വേറെ ഒരു കാര്യം ചോദിക്കാം. ശരി, ഫഹദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഏത് കാലം മുതലാണ് ശരിക്കും ഇങ്ങനെ ഒരു ഭ്രാന്തിലേക്ക് എൻ്റർ ചെയ്തത്? എൻ്റെ ചെറുപ്പം മുതൽ ഞാനൊരു വണ്ടിപ്രാന്തനാണ്. വീട്ടിലെല്ലാവർക്കും അറിയാം. അതായത് എൻ്റെ ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടികൾ കൊണ്ട് കളിച്ചിട്ടുള്ള എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. എൻ്റെ വാപ്പ പണ്ടൊരു ജീപ്പ് വാങ്ങിച്ചു തരുന്നത്, ഒരു പച്ച കളർ, ദുബായിൽ നിന്ന് കൊടുന്ന് അബുദാബിയിൽ ഉള്ളി വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു പച്ച കളർ ജീപ്പ് കൊടുന്നിരുന്നു, ചുവപ്പ് കളർ വീലൊക്കെ ഉള്ള. ആ വണ്ടി ഞാൻ ഓടിച്ചിട്ട് ഞാനത് ഓടിക്കാത്ത സ്ഥലങ്ങളുണ്ടാവില്ല. മണലുണ്ടാക്കും, മണലിൽ കൂനുണ്ടാക്കും, അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കും. ഇത് ഉരുട്ടും. റിമോട്ടല്ല, RC അല്ല, ഉരുട്ടും. പിന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ മുകളിലൊരു പാരപ്പറ്റ് ഉണ്ട്. ആ പാരപ്പറ്റ് ആയിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ട്രാക്ക്. അതിന് നടുക്കുള്ള കെട്ടുകളുണ്ടാവില്ലേ, ആ കെട്ടിൽ കൊണ്ടേ തിരിക്കും, ബാക്കി ചുറ്റും ഓടിക്കും. അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞില്ല ഡോക്ടർ ജീപ്പ് എന്നാണ് ഞാൻ പേര് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അത് ശരിക്കും ജീപ്പിനോടൊരു പ്രത്യേക താല്പര്യം കൂടുതൽ വരാൻ കാരണം ഇതാണ്. ജീപ്പിനോട് താല്പര്യം കൂടുതൽ വരാൻ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അറിവിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ജീപ്പിലാണ്. ജീപ്പിൽ പഴയ CJ500. എനിക്ക് തോന്നുന്നു നിലവിൽ ഏതൊക്കെ വണ്ടികൾ യൂസ് ചെയ്യുന്നത്? ജിമ്മി, ഇപ്പം എൻ്റെ കയ്യിൽ ജിമ്നി ഉണ്ട്, എൻ്റെ CJ500 ജീപ്പ് ഉണ്ട്. പിന്നെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി പാർട്ട്ണർഷിപ്പിൽ ഒരു ജിപ്സി ഉണ്ട്. അതൊക്കെ കോമ്പറ്റീഷൻ വണ്ടികളാണ്. ഒക്കെ അതൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. സ്വന്തമായിട്ട് എനിക്കിപ്പോൾ ജിമ്നി മാത്രമേ ഉള്ളൂ. മാത്രമാണ്. ശരി, നിലവിൽ ഫഹദ് ബ്രോന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഓഫ് റോഡർ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്? അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? പിന്നെ സംഭവം എന്നറിയോ, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും മറ്റേ ടീം എന്നെ ഇട്ട് ചവിട്ടും. ഇപ്പോൾ ഞാനൊരു ജിമ്നി ഗ്രൂപ്പിലുണ്ട്. ജിമ്നി ഗ്രൂപ്പിൽ ജിമ്നി ഓണേഴ്സ് പറയും ജിമ്നിനെ വെല്ലാനൊരു വണ്ടിയില്ല എന്ന് പറയും. എൻ്റെ എക്സ്പ്ലോസിനുമല്ല ഒരു വണ്ടി അതൊരു അല്ല, ജിമ്നി ഗ്രൂപ്പിൽ ജിമ്നിനെ വെല്ലാൻ വണ്ടിയില്ലാന്ന് പറയും. എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട്, ബെൻസി. അവൻ്റെ കയ്യിലൊരു പെട്രോൾ താറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിളി പോയിട്ടുള്ള ഒരു നമ്മുടെ റോട്ടിൽ ഓടിക്കുന്ന വണ്ടികളിൽ ഒരു സാധനമാണ് ഈ 2020 പെട്രോൾ താർ 4x4. അത് ഓട്ടോമാറ്റിക്, മാനുവലിനേക്കാൾ അടിപൊളിയാണ്. എന്താ ഫീൽ എന്നറിയോ ഓഫ് റോഡ് ഓടിക്കാൻ? ഫ്ലോ എന്ന് മാത്രമല്ല, ഇപ്പോൾ വരുന്നുണ്ട്, ഇപ്പോൾ മഹീന്ദ്രയുടെ ഒരു വണ്ടി വരുന്നുണ്ട്, ധനുഷ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് താറിൽ ഒരു കോമ്പറ്റീഷൻ വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അധികം വൈകാണ്ട് നമ്മളത് ട്രാക്കുകളിൽ കാണും. ഒരു മോൺസ്റ്റർ, ഒരു ടോട്ടൽ അപ്പോൾ ഒരു പ്രത്യേക വണ്ടിനെ പ്രത്യേകം പറയാൻ പറ്റില്ല എന്നാണ് ശരിക്കും പറഞ്ഞാല്. അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് ഏത് വണ്ടി വന്നാലും ഞാൻ കയറ്റും. പക്ഷേ എനിക്ക് ഓവറോൾ എനിക്ക് ഹരമായ വണ്ടി ഇപ്പോൾ ഉള്ള വണ്ടികളിൽ എനിക്ക് പെട്രോൾ താറാണ്. അതിലിപ്പോൾ ഒരു പോരായ്മ എന്ന് പറയുന്നത് 3 ഡോർ ആയതുകൊണ്ടാണ്. അതിനേക്കാൾ അതിൻ്റെ മേലെ ഈ സാധനം പിടിച്ച് നിൽക്കുന്നത് 5 ഡോറിലുണ്ടെന്നുണ്ടാ. പെട്രോൾ താറ ആ കോലത്തിൽ 5 ഡോർ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് മാറ്റി അത് എടുത്തേരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ഹാരിയർ EV ഈ ഒരു കയറ്റം കയറി എന്നൊക്കെ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും ഒരു EVക്ക് ഇതേപോലെ ആ കയറ്റം കയറാൻ പറ്റുമോ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് വണ്ടി? ഞാൻ പല വണ്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനല്ല, ആനപ്പാറ അത്രയും റിസ്ക്. അത്ര റിസ്ക് എടുക്കാൻ ഞാൻ ഒരു വണ്ടി ഞാൻ ഒരിക്കലും അതുകൊണ്ട് പറ്റൂല. ഒരു 2 വീൽ ഡ്രൈവ് വണ്ടി കൊണ്ട് ഞാൻ ആ കയറ്റം പറ്റൂല. അപ്പോൾ ശരിക്കും QWD എന്ന് പറഞ്ഞ സാധനം, അതായത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, അത് ശരിക്കും അത് തന്നെ വർക്ക് ചെയ്തത്. ഇതിൽ ഒരു 2 വീൽ ഡ്രൈവ് വണ്ടി കൊണ്ട് പറ്റാൻ അതിനുള്ള ബുദ്ധി എനിക്കില്ല. ഞാൻ ഈ അതായിരിക്കും ചോദിച്ചാലേ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ചോദിക്കുന്നത് വെച്ചാൽ ഈ 4 വീൽ ഡ്രൈവ് എന്നുള്ളതായിരിക്കും അതിന്റെ മെയിൻ ആയിട്ട്. ഉറപ്പായിട്ടും അത് തന്നെ. അതും അതിന്റെ ഇലക്ട്രോണിക്സ് ആണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇലക്ട്രോണിക്സ് നിങ്ങൾ മറ്റേ സെൻട്രൽ വീഡിയോയിൽ പറഞ്ഞു ബോഷാണ് ചെയ്തേക്കുന്നത്, അത് ടാറ്റന് പറയുന്നുണ്ടോ? പിന്നെ ടാറ്റയുടെ ഒഫീഷ്യൽ തന്നെ പറഞ്ഞു, അവർക്ക് തന്നെ അവരെ അഭിമാനം കൊള്ളണത് ലോകത്തുള്ള ഒട്ടുമിക്ക ഓഫ് റോഡ് വണ്ടികളുടെയും ഇലക്ട്രോണിക്സ് കോൺഫിഗർ ചെയ്യുന്ന കമ്പനിയാണ് ഇത് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇന്ന് നമ്മുടെ ധനുഷിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ധനുഷ് പറഞ്ഞ് ബോഷ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, അവരിവിടെ വന്ന് നമ്മളോട് ചോദിച്ചിട്ടാണ് ഇത് കോൺഫിഗർ ചെയ്യുന്നത്. അതെ ആയിരിക്കാം, കാരണം ധനുഷ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി സ്പെസിഫൈഡ് ഒരാളാണ് മഹീന്ദ്രയിലത്തെ. അപ്പോൾ ധനുഷ് പറഞ്ഞ ഇൻപുട്ടൊക്കെ കൊടുത്തിട്ടായിരിക്കാം ബോഷ് ഓസ്ട്രേലിയ എന്താണ് ഇതിന് വേണ്ടത്, എവിടെ ടോർക്ക് വേണം, ടോർക്ക് വെക്ടറിങ് എവിടെ വേണം, അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ അത് ചോദിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അപ്പോഴും ബോഷ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ബോഷ് ഓസ്ട്രേലിയ കാരണം ഇവരുടെ ഇൻപുട്ടൊക്കെ അവരുടെ കയ്യിലായി. അല്ലേ? അതെ, ഇന്ത്യക്കാരൻ്റെ ഇൻപുട്ട് അവരുടെ കയ്യിലായി. അതിന്ന് ഫർദർ എന്ത് ഡെവലപ്പ് ചെയ്യാന്ന് ചിലപ്പോൾ അവർ നോക്കിയിട്ടുണ്ടാവാം. ഞാൻ ഒരു സെന്തിലിനോടൊരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആദ്യം താർ പെട്രോൾ ഇറങ്ങി 2020. അതിൽ കുറേ ഇലക്ട്രോണിക്സ് വന്നു, BLD. അത് കഴിഞ്ഞ് ജിമ്മി ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ അത് അതിനേക്കാളും അടിപൊളി ഓഫ് റോഡിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റോക്സ് ഇറങ്ങി, അതിനേക്കാളും അടിപൊളി. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ പറഞ്ഞ് ഇതിറങ്ങി, ഇത് അതിനേക്കാളും അടിപൊളി എന്ന് പറഞ്ഞു. ഞാൻ അടിപൊളി എന്നുള്ള സെൻസിൽ ഞാൻ ഒറ്റ കാര്യം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ധനുഷ് അതാണ് എടുത്ത്. ഫഹദ് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് ഫഹദ് എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ധനുഷ് ഇത് റോട്ടിൽ ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയാണ്, അതിനെങ്ങനെ കേപ്പബിൾ ആക്കാമെന്ന് പറഞ്ഞാൽ അത് അടിപൊളി തന്നെ അല്ലേന്ന് ചോദിച്ചു. അത് ശരിയാണ്. ഇനി ഇതിൻ്റെ കൂടായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും, ശരിക്കും ആനപ്പാറയിൽ എത്രയും വലിയൊരു കയറ്റം കയറി അത് അതേപോലെ തിരിച്ചിറക്കണ്ടേ? ഈ ഓഫ് റോഡ് ഈസ് ഓൾ അബൌട്ട് മൂവിങ് ഫോർവേഡ് ആണോ, ട്രിക്സ് ആണോ, അതോ റിവേഴ്സ് എടുക്കുന്ന തരത്തിലുള്ള കഴിവാണോ, ടൈമിംഗ് ആണോ, എന്താണ് ശരിക്കും ഈ ഓഫ് റോഡിന്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് അങ്ങനെ പറയാം? അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു സ്കില്ലുകൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു പ്രോപ്പർ ഓഫ് റോഡർ ആവാനൊന്നും കഴിയില്ല. ഓഫ് റോഡിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒബ്സ്റ്റക്കിൾ, ഞാനൊരു
ഇന്നിപ്പോൾ നമ്മൾ കയറി വന്ന കയറ്റല്ലേ, ഇത് ഓരോ ദിവസവും ഓരോ പോലെയാണ്. ഞാൻ ഓരോ ഒബ്സ്റ്റക്കിളിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. ഒബ്സ്റ്റക്കിൾസ് ഓരോ തവണയും മദർ എർത്ത് ഈസ് ഡിഫറെൻറ്റ്. ഞാനിങ്ങനെ കാണും, ചിലപ്പോൾ ഞാൻ വന്ന് ഓടിക്കും. എന്നിട്ട് ഞാൻ തന്നെ എന്നെ വിലയിരുത്താറുണ്ട്. ചില സിറ്റുവേഷനിൽ ഞാൻ ഓടിച്ചു പോയപ്പോൾ ഞങ്ങൾ വാഗമണിൽ ഈ അടുത്തൊരു ഫണ്ട് ഡ്രൈവ് പോയി. എൻ്റെ ജിമ്നി കൊണ്ടുപോയി ബാംഗ്ലൂർ ഓഫ് റോഡേഴ്സിൻ്റെ 3 താറ് വന്നു. ആ ഫണ്ട് ഡ്രൈവിൽ ഏറ്റവും ആദ്യം ആരോ ഒരു വ്ളോഗർ ഇട്ട് കണ്ടിട്ട് ഞാൻ പോയതാണ് എൻ്റെ ടീമിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ. ഞാൻ എൻ്റെ അടുത്ത് തന്ന പെജറോ സ്പോട്ടാണ്. അത് പെജറോ സ്പോട്ട് ഫുള്ളി ലോഡഡ്, ഫ്രണ്ടിലും ബാക്കും ഡിഫറൻഷ്യൽ ലോക്കർ, അടിപൊളി സസ്പെൻഷൻ, ഫുള്ളി ലോഡഡ് വണ്ടി. അതുകൊണ്ട് പോയിട്ട് ലോക്കർ ഉണ്ടെന്നുള്ളൊരു ഒറ്റ അഹങ്കാരത്തിൻ്റെ പുറത്ത് പോയതാണ് ഞാൻ. അവിടെ പോയിട്ട് നാണം കെട്ടിട്ടുണ്ട്, വണ്ടി വട്ടം തിരിക്കാൻ പറ്റാത്ത നീളം കൊണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം ഓടിച്ച് കയറ്റി, ഏറ്റവും ടോപ്പ് വരെ ഓടിച്ച് കയറ്റി അന്ന് പെജറോ സ്പോട്ടും കൊണ്ട്, ക്ലച്ചൊക്കെ കത്തിച്ചിട്ടായാലും ഓടിച്ച് കയറ്റി. അപ്പം ആ ട്രെയിനിൽ ഞങ്ങൾ ഓടിച്ച് കയറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ജിമ്നിയോ താറൊക്കെ ആണെങ്കിൽ, അന്ന് ഇതൊന്നും ഇല്ല പെജറോ സ്പോട്ടും കൊണ്ട് പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്നി താറും കൊണ്ട് പോകുമ്പോൾ ഞാൻ ഉറപ്പിച്ചു. താറും കൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. താറിന് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത്തവണ ഞാൻ ജിമ്നിയല്ലേ ഓടിക്കുന്നത്. അപ്പോൾ ജിമ്നിക്ക് ഭയങ്കര ഈസിയാവും വിചാരിച്ചങ്ങ് ചെന്ന് കല്ലിൻ്റെ അവിടെ ഒന്ന് ജിമ്നി മുക്കറിടുക എന്നല്ലാതെ ജിമ്നി മുന്നോട്ട് കയറിയില്ല. പിന്നെ അടിച്ചിലക്കി കയറ്റുക ചെയ്തു. അവിടെ നേരെ മറിച്ച് അവിടെ താറ് പ്രോപ്പർ ലൈനിൽ എടുത്തപ്പോൾ ക്ലീൻ ആയിട്ട് താറ് ഇത് ചെറുത് 2020 താറ് അത് സിമ്പിളായിട്ട് കയറിപ്പോയി. അവിടെ ജിമ്നി സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോയത്. ഞാൻ അടിയൊക്കെ ഇടിപ്പിക്കേണ്ടി വന്നു. എൻ്റെ റണ്ണിങ് ബോർഡ് ഞാൻ പൊട്ടിച്ച് പാറയിൽ അടിച്ചിട്ട്. അങ്ങനെയൊന്നും ഞാൻ അബ്യൂസ് ചെയ്യാറില്ല. അവരുടെ കൂടെ കയറണമല്ലോ, പിടിച്ച് നിൽക്കണമല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് പ്രോ ഓവറോഡറൊന്നും പറഞ്ഞിട്ട് പോയിട്ട് നാണം കിടരുതല്ലോ, ഭയങ്കര ചെയ്ത. അപ്പോൾ ഒരു ട്രെയിനിലും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. എനിക്ക് ഓരോ തവണയും ഓരോ ട്രെയിൻ. ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം മഴക്കാലത്തൊന്നാണ്, വേനൽക്കാലത്തൊന്നാണ്, ഇന്നൊന്നാണ്, നാളെ വേറെ ഒന്നാണ്. അപ്പോൾ ഒരു ട്രെയിനിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ട്രെയിൻ ഏത് സമയത്തും നമുക്ക് പണി തരും, റെസ്പോൺസ് ആവശ്യമാണ്. വണ്ടിയിൽ ലോക്കർ പോലെ 4 വീലിലും ട്രാക്ഷൻ തരാനുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. അതാണ് ട്രാക്ഷനാണ് ഇമ്പോർട്ടൻസ്. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയും അതുപോലെ തന്നെ ക്വിക്ക് റെസ്പോൺസും സ്പീഡും എല്ലാം വേണം. റിവേഴ്സ് ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാറില്ല. റിവേഴ്സിൽ ഡ്രൈവ് ചെയ്യണതിൽ എന്താ കാര്യമുള്ളത്? ഒന്ന് നമ്മുടെ വ്യൂ പോയില്ലേ, മെയിൻ സാധനം നമ്മുടെ വ്യൂ പോയി. എത്ര ക്യാമറ ഉണ്ട്, എത്ര 360 ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ട് ഓടിക്കണമെന്ന് വേറെയാണ് അല്ലേ. കണ്ട് ഓടിക്കുന്നത് വേറെയാണ്. അത് മാത്രമല്ല ബാക്കിൽ വീല് തിരിക്കാൻ കഴിയില്ല. ബാക്കിൽ സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ ഓക്കെയാ. നമുക്ക് പെട്ടെന്ന് തിരിക്കാൻ, പെട്ടെന്നൊരു ഒബ്സ്റ്റക്കിൾ കണ്ടാൽ അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാനോ നമ്മുടെ ലൈൻ മാറ്റാനോ റിവേഴ്സ് എടുക്കുമ്പോൾ നടക്കില്ല. ഓൾവേസ് മൂവിങ് ഫോർവേഡ് ഇസ് ദ ബെസ്റ്റ് തിങ്സ്. വാച്ച് ഇറ്റ്, ഡ്രൈവ് ഇറ്റ്. തിരിച്ചിറക്കിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ട്രയൽ ഞാൻ മുബസിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, തിരിച്ചിറക്കട്ടെ ചോദിച്ചു. അപ്പോൾ റിവേഴ്സ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ റിവേഴ്സ് ഇറക്കാണ്ടോ എന്ന് പറഞ്ഞ് റിവേഴ്സ് ഇറക്കി. കുറച്ച് ഭാഗം വന്ന് ഞാൻ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞില്ലേ, ആ സ്റ്റീപ്പസ്റ്റ് പോർഷൻ 2-3 മീറ്റർ ഉണ്ട്. അവിടുന്ന് വണ്ടി ഡ്രോപ്പായി പോയി. പൊക്കെന്ന് പറഞ്ഞ് താഴങ്ങ് വന്ന്, പിന്നെ അത് ചെരുവ് കുറയല്ലേ, അവിടെ വെച്ച് വണ്ടി പിടിച്ചു, ഗ്രിപ്പ് ചെയ്ത് അവിടെ നിന്നു. പിന്നെ ഒരു തവണ പോലും ഞാൻ ട്രൈ ചെയ്യൂല. അതൊക്കെ പടച്ചോ കാത്തതാണ്. പിന്നെ ഓരോ തവണയും മുകളിൽ കൊണ്ടുപോകും, ഞങ്ങൾ വട്ടം തിരിക്കും. പക്ഷെ മുകളിൽ ആ പാറയുടെ മുകളിൽ വട്ടം തിരിച്ചിട്ട് ടാറ്റയുടെ EVൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അങ്ങേര് നമ്മുടെ ഫാനായിപ്പോയി. അത് ഞങ്ങളിങ്ങനെ പോകണം, ഒരു സൈഡും കാണുന്നില്ലല്ലോ, അവിടെ വട്ടം തിരിക്കല്ലേ. പക്ഷെ അതൊക്കെ എൻ്റെ കോ ഡ്രൈവറുടെയും, അതായത് അപ്പോൾ അവിടെ എന്നെ സ്പോട്ട് ചെയ്യാൻ നിന്നത് മുബഷിറും ശരണൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കഴിവാന്നേ പറയുള്ളൂ, എൻ്റെ കഴിവല്ല. ഇത്ര വരെ ഒരു കോ ഡ്രൈവറുടെ ഇമ്പോർട്ടൻസ് 100% ഓഫ് റോഡിങ്ങിൽ കോ ഡ്രൈവർ ഇല്ലെങ്കിൽ ഒരു കളി നടക്കില്ല. കോ ഡ്രൈവറെ സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പരിക്കില്ലാതെ അത്ര ഈസി ആയിട്ട് ബുദ്ധിയുള്ള കോ ഡ്രൈവർ, വണ്ടി ഓടിച്ച് ബോധമുള്ളൊരു കോ ഡ്രൈവർ വേറെ ആണെങ്കിൽ. എൻ്റെ കോമ്പറ്റീഷൻ കോ ഡ്രൈവറും അങ്ങനെയാണ്, ഇപ്പോൾ മുബഷിറും അങ്ങനെയാണ്. അവർ പറഞ്ഞു തരും നമുക്ക് ഏതാ ബെസ്റ്റ് ലൈൻ. എപ്പോഴും ലൈനാണ്, വണ്ടി തട്ടാത്ത. ചിലപ്പോൾ നമ്മളൊരു കല്ല് ഇങ്ങനെ കാണുമ്പോൾ ആ കല്ലിനെ നമ്മൾ ഒഴിവാക്കി പോകാൻ ചിന്തിക്കും. പക്ഷേ ഒഴിവാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ലൈൻ ആ കല്ലിൻ്റെ മുകളിൽ കൂടെ വീലെടുക്കണതായിരിക്കും. ഇവരാണ് വണ്ടിക്കകത്തെന്ന് പറയാം. അകത്തല്ല, അവർ പുറത്തേക്കുള്ളൂ. അവർ പുറത്തും കോ ഡ്രൈവറെ കോമ്പറ്റീഷനിൽ അകത്തിരിക്കുന്ന ആൾക്ക് ഗൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. കോമ്പറ്റീഷനിൽ എപ്പോഴും പുറത്തിരിക്കുന്ന ആളാണ്. അതായത് എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ കോ ഡ്രൈവറോട് പറയും പുറത്തിറങ്ങണ്ടാന്ന്. അതല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവനെ പുറത്തിറക്കി അവൻ്റെ കോളിനനുസരിച്ച് ഞാൻ വണ്ടി ഓടിക്കും. അങ്ങനെ ചെയ്യാം. റാലിയുടെ മാതിരി അകത്തിരുന്ന കളിയല്ല, സ്പീഡിലല്ല കളി. നമുക്ക് ഒബ്സ്റ്റക്കിൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ EV എന്നാണ് തുടങ്ങിയത്, EVയിലേക്ക് തന്നെ വരാം. അതായത് ഹാരിയർ EV ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓടിച്ച വളരെ കുറഞ്ഞ ആളുകളിൽ ഒരാൾ ഫാദർ ബ്രോ ആണ്. അതും ഇങ്ങനെ എനിക്ക് തോന്നുന്നു പേരെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടാവും. ഓഫ് റോഡ് ഓടിച്ചിട്ട് ഇതിൽ ബ്രോക്ക് തോന്നിയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഫാക്ടർ എന്താണ്? ഒരു 2-3 ഇമ്പ്രൂവ്മെന്റ് ഫാക്ടറും 2-3 അഡ്വാൻറ്റേജസ്. കുറച്ചുകൂടി സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാം, ബാറ്ററി പൊക്കി വയ്ക്കാം, പിന്നെ ടയർ മാറ്റാം. ടയർ HT ടയർ, റോഡ് ടയറാണ് അതിലുള്ളത്. അത് വെച്ച് ഓഫ് റോഡ് ചെയ്താൽ ചിലപ്പോൾ സൈഡ് വോളൊക്കെ ഓഫ് റോഡ് വണ്ടിയല്ല. പക്ഷെ എന്നാലും ഈ ഓൾ വീൽ ഡ്രൈവ് എന്നുള്ളൊരു ഫീച്ചർ കിടക്കുമ്പോൾ നമുക്ക് ഒരു ഓൾ ടെറൈനെങ്കിലും ഇടാം, ഒരു ഓൾ ടെറൈൻ ടയർ ഇടാം. പിന്നെ സസ്പെൻഷൻ വേണമെങ്കിൽ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത്രയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പൊങ്ങുമായിരിക്കും. പിന്നെ ബെല്ലി ക്ലിയറൻസ് കൂട്ടണം. ബെല്ലി ക്ലിയറൻസ് 180 mm എന്നുള്ളത് പോരാ, അത് കൂട്ടണം. നമുക്കത് ബെല്ലി ക്ലിയറൻസ് അത് മാറ്റണം.
ഓക്കെ പോസിറ്റീവ്സ് പോസിറ്റീവ്സ് ആ വണ്ടീനെ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മോഡേൺ സാധനം എല്ലായിടത്തും ലൈറ്റ് കത്തുക നിറയെ 10,000 സ്ക്രീൻ എന്നൊക്കെ കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ ബീറ്റ് ചെയ്യാൻ വേറെ വണ്ടിയില്ല. ആക്ച്വലി ഇറ്റ്സ് ഒരു ബീസ്റ്റാണ് ഓ സംശയം ഹാരിയർ. ഹാരിയർ എന്താ എനിക്ക് ഞാൻ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ, ഞാൻ ചോദിച്ചു അയ്യോ ഈ ടാറ്റ ഈ വണ്ടി വെച്ച് എങ്ങനെ മാർക്കറ്റിനെ ഹിറ്റ് ചെയ്യും. കാരണം മഹീന്ദ്ര B6 B9 ഇറക്കുമ്പോൾ അത്രയും സെക്സി വണ്ടികൾ, ഒരു ലംബോർഗിനി ഉറൂസിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണത്. B6 റോട്ടിൽ കാണാനും എന്താ രസം. അത്രയും അപ്പീലും റോഡ് പ്രസൻസ് ഉള്ള ആ വണ്ടികളോട് ഈ വണ്ടി എങ്ങനെ പിടിക്കുന്നായിരുന്നു എൻ്റെ വിഷമം. ആ പാറ കയറിയോടുകൂടി ഞാൻ ഉറപ്പിച്ച് അയ്യോ ഇത് ഒരു വേറെ ലെവലാണ്. പിന്നെ ഞങ്ങൾ ചെയ്യാത്തതും നമ്മൾ വീഡിയോയിൽ പുറത്ത് കാണാത്തതുമായ സാധനങ്ങൾ ഈ 13-ാം തീയതി 14-ാം തീയതി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നിങ്ങൾ പോകണ്ടല്ലോ, ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ചെളിയിലൊക്കെ ആ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് കാണണം. കാരണം ചെളിയിൽ അവിടെ ചെളി ഉണ്ടാക്കി ചെറിയ ട്രാക്ക് ഉണ്ടാക്കും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെളിയിൽ മഹീന്ദ്രയുടെ ലോഞ്ചിൻ്റെ അന്ന് ഒരു ചെളിയിൽ നിന്ന് കയറി വരുന്നത് ധനുഷാണ് വണ്ടി ഓടിക്കുന്നത്. ആ മോഡ് ഇട്ടിട്ട് വണ്ടി താനേ ഒരു കുഴിയിൽ നിന്ന് കയറി വരുന്ന ഒരു വീഡിയോ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ആ ടയർ വെച്ചത് കയറി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ കയറുമായിരിക്കാം. നോക്കാം അല്ലേ, നമ്മൾ നിങ്ങൾ വരുന്നുണ്ടോ, ഞാനുണ്ടാവും. നമുക്ക് ഒരുമിച്ച് അവര് ഇതാണ് ഫഹദ് ബ്രോ. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ജനറൽ ആയിട്ടുള്ള കുറേ വിഷയങ്ങളാണ് ഫ്രം ഹിസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യം തീർന്നുപോയി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഫഹദ് ബ്രോനെ പറ്റിയിട്ടും RFCനെ കുറിച്ചും സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം RFC വലിയൊരു ടോപ്പിക്കാണ്. അത് മാത്രമല്ല ഒരേ ഒരു മലയാളി RFC ചാമ്പ്യനാണ് ഫഹദ് ബ്രോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾ പുള്ളിക്ക് പറയാനുണ്ട്. സോ അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക അല്ലേ. ഇതേ സ്ഥലത്തുനിന്ന് ഇതേ കോസ്റ്റ്യൂമിൽ ഇതേ ക്യാമറാമാൻ നമീറിനൊപ്പം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുമായിരിക്കും. ബൈ.